മൈ ഡിയർ ഫ്രണ്ട്സ്, ഡേ 2 ചാലഞ്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് അഫർമേഷൻ തന്നെയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഈസിലി. ഇതാണ് കേട്ടോ ഇന്നത്തെ അഫർമേഷൻ. എന്താണ്? ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഈസിലി. ഇതിന്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ഡേ ചെയ്തതുകൊണ്ട് എന്തൊക്കെയായിരുന്നു? 21 തവണ ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഈസിലി എന്നുള്ളത് എഴുതി വെക്കുന്നു. നിങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിലാണ് നിങ്ങൾ പറഞ്ഞിട്ടാണ് എഴുതേണ്ടത് എന്നുള്ളത് മറക്കാതിരിക്കുക. അതിനുശേഷം കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയിട്ട് 21 തവണ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കിപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അതാണല്ലോ ഉദ്ദേശിച്ചത്. ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഈസിലി. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് വളരെ വേഗത്തിൽ മനസ്സിലാവണുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു അഫർമേഷൻ നിങ്ങൾ 21 ടൈംസ് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് പറയണം. ദെൻ കണ്ണടയ്ക്കുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. എന്താ വിഷ്വലൈസ് ചെയ്യേണ്ടത്? 10 അതിലധികമോ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്കും മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്കും ഈസിലി വളരെ വേഗത്തിൽ മനസ്സിലാവണുണ്ട് എന്നുള്ളൊരു ഫീൽ കൊടുക്കുക. അവർ അപ്രീഷിയേറ്റ് ചെയ്യണത് കൊടുക്കുക. ഹാപ്പിനെസ്, മാക്സിമം ഹാപ്പിനെസ് നിങ്ങളുടെ പുഞ്ചിരിയിലും മുഖത്തും നിങ്ങളുടെ ചേഷ്ടകളിലും എല്ലാം വരട്ടെ. ആ ഒരു ഫീൽ ഡെപ്തിൽ കൊടുത്തതിന് ശേഷം കണ്ണു തുറക്കുക. പിന്നെ ബാക്കി അടുത്ത ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു അഫർമേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. 21 ടൈംസ് നിങ്ങൾ നിങ്ങളെ കേൾക്കത്തക്ക വിധത്തിലേക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഈസിലി എന്ന് പറഞ്ഞ് കണ്ണടച്ച് ആ ഒരു ഗുഡ് ഫീലില് കിടന്നുറങ്ങാം. ഓക്കെ, ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക്. ഓക്കെ, EFGH ഈ 4 ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കറിയാവുന്ന പരമാവധി വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. മനുഷ്യരുടെ പേരുകളല്ലാത്ത എല്ലാ വേർഡ്സും നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. റെഫർ ചെയ്യരുത്. ഓക്കെ, എഴുതി വെക്കുക. കിട്ടണ സമയത്ത് നിങ്ങൾ എഴുതി വെക്കുക. ലെറ്റേഴ്സ് ഏതൊക്കെയാ? EFGH. ഓക്കെ മൈ ഡിയേഴ്സ്, ഇന്നലെ നമ്മൾ ബേർഡ്സിന്റെ നെയിംസ് ആണ് എഴുതിയിരുന്നത് അല്ലേ? ഇന്ന് നമ്മൾക്കറിയാവുന്ന പരമാവധി ആനിമൽസിന്റെ, മൃഗങ്ങളുടെ പേരുകളാണ് എഴുതാൻ പോകുന്നത്. ലെറ്റേഴ്സ് ഒന്നുമില്ല, ഏത് ലെറ്റേഴ്സ് ഉപയോഗപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന പരമാവധി ആനിമൽസിന്റെ പേരുകൾ എഴുതുക. ഡോണ്ട് റെഫർ, അത് മറക്കരുത്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾ കണ്ടെത്തുക. വീട്ടിൽ ഇംഗ്ലീഷ് പത്രം ഉണ്ടോ? ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും മാഗസീൻസ് ഉണ്ടോ? ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, വിരൽ തുമ്പിലല്ലേ കിടക്കുന്നത് നെറ്റ് അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിൾ ഓർ ന്യൂസ് ഏതുമാകാം. ഇനിയിപ്പോൾ രണ്ടും വായിച്ചാലും വിരോധമൊന്നുമില്ല. നിങ്ങൾ വായിക്കുക, അത് നിങ്ങൾക്ക് തന്നെ കേൾക്കണം. നിങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിലേക്ക് നിങ്ങളിത് വായിക്കുക. റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, മാക്സിമം പ്രൊനൗൺസിയേഷനും ആ ഒരു ഫീലും, അതായത് ഓരോന്ന് വായിക്കേണ്ടത് ഓരോ രീതിയിലാണല്ലേ. ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഒരു ന്യൂസ് റീഡിങ് സ്റ്റൈലിൽ വേണം. ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അങ്ങനെ വേണം. അങ്ങനെയൊക്കെ പറ്റുവെച്ചാൽ അങ്ങനെ ശ്രമിച്ചു നോക്കിക്കോളൂ. എന്നിട്ടൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കേട്ടു നോക്കുക നിങ്ങളുടെ ന്യൂസ് റീഡിങ് ഓർ നിങ്ങളുടെ ആർട്ടിക്കിൾ റീഡിങ് എങ്ങനെയുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് മൈ ഡിയേഴ്സ്, സ്റ്റോറി റീഡിങ് ആണ്. അത് അടിപൊളിയാണ് അല്ലേ? ഈ ന്യൂസിന്റെ ആർട്ടിക്കിൾസിന്റെ ഒന്നും പോലെയല്ലല്ലോ സ്റ്റോറി. എവിടുന്ന അപ്പൊ സ്റ്റോറി കിട്ടുക? നിങ്ങളുടെ മക്കളുടെ, കുഞ്ഞു മക്കളുടെ ബുക്സ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫെയറി ടേൽസിന്റെ ആവാം, അല്ലെങ്കിൽ ഗുണപാഠ കഥകളാകാം. കുറച്ച് വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കഥ ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അത് നിങ്ങൾ വായിക്കേണ്ടതാണ് വേണ്ടത്. എങ്ങനെയാ വായിക്കേണ്ടത്? ഒരു സ്റ്റോറി വായിക്കുമ്പോൾ ദേഷ്യം വരുന്ന ഭാഗത്ത് ദേഷ്യത്തിന്റെ ഒരു ഭാവമൊക്കെ വരും അല്ലെ? വോയിസ് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്യുക. സങ്കടത്തിന്റെ സമയത്ത് ഒരു സങ്കടത്തിന്റെ, അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വിഷമാണെങ്കിൽ അങ്ങനെ, ദേഷ്യമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്നിടത്ത് അങ്ങനെ, നറേറ്റ് ചെയ്യുന്നിടത്ത് അങ്ങനെ, അങ്ങനെയൊക്കെ സ്റ്റോറി കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള റീഡിങ് സ്റ്റൈൽ ഉപയോഗപ്പെടുത്തി വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്റ്റോറി റീഡിങ് എങ്ങനെയുണ്ടെന്ന് കേൾക്കുക. അടുത്തതായിട്ട് താങ്ക് യുയുടെ ഇമ്പോർട്ടൻസ് ആണ്. എന്താ താങ്ക് യു? നന്ദി അല്ലേ? നന്ദി പറയേണ്ടതും നന്ദിയുള്ളവരായിരിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യകതയാണ്. നിങ്ങൾ പറയാറുണ്ടോ നന്ദി? നന്ദി പറയേണ്ടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമുക്കുണ്ട് അല്ലേ? എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു 10 പേരെടുത്ത് നേരിട്ട് എന്ന് പറയുമ്പോൾ അത് ഫോണിലൂടെ ആവാം, മെസ്സേജിലൂടെ ആവാം അല്ലെ, ചാറ്റിലൂടെ ആവാം, ഇങ്ങനെയൊക്കെ ആവാട്ടോ. നിങ്ങൾക്കൊരു 10 പേരെടുത്ത് ഇന്ന് കിട്ടുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് താങ്ക് യു പറയാൻ പറ്റണം, അവിടെയൊക്കെ നിങ്ങൾ താങ്ക് യു പറയണം. ആൻഡ് ഇനി ചെയ്യേണ്ടുന്ന ഒരു ആക്ടിവിറ്റി എത്ര പേരോട് പറയണം? 10 പേരോട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എഴുതേണ്ടതുണ്ട് ഒരു 20 പീപ്പിൾസിന്, അതായത് ഒരു 20 ആളുകളെടുത്ത് നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക. എന്താണ് അത്? കുറച്ച് മുമ്പ് നടന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യമായിരിക്കാം, ഇന്ന് നടന്ന കാര്യമായിരിക്കാം,
അല്ലെങ്കിൽ പൊതുവേ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരിലേക്ക് അയക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. ഒരു 20 പേരോട് എന്തുകൊണ്ട് നിങ്ങൾ താങ്ക്ഫുൾ ആകുന്നു എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾ എഴുതുന്നു. അത് ഫീൽ ചെയ്തിട്ട് എഴുതുന്നു. പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളത് ഫീൽ ചെയ്തിട്ട് എഴുതിയാലും മതി. അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യമായിരിക്കും. അതിന്റെ ഫോർമാറ്റ് ഞാനൊന്ന് പറയാം. ഞാനിപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിന് അല്ലെ, ദൈവവിശ്വാസികളായ ആളുകൾക്കൊക്കെ എപ്പോഴും ദൈവമാണ്, അതായത് നമ്മുടെ അള്ളാഹ് ആണ്. അള്ളാഹുടെ അടുത്ത് നമ്മൾ ബാധ്യസ്ഥരാണ്, ഓരോ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരാണ്, ആകേണ്ടതാണ് അല്ലെ. ഞാൻ ഫസ്റ്റ് ഒരു മെസ്സേജ് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും: താങ്ക് യു അള്ളാഹ് ഫോർ ഗിവിങ് മീ എ ഹ്യൂമൻ ലൈഫ്. നമ്മൾക്കൊരു മനുഷ്യജന്മം തന്നതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. അപ്പം ഞാനത് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കൂ: താങ്ക് യു അള്ളാഹ് ഫോർ ഗിവിങ് മീ എ ഹ്യൂമൻ ലൈഫ്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും ചെയ്യാം. അത് ആരോടാണ്, എന്തുകൊണ്ടാണ്? ഫോർമാറ്റ് ഇങ്ങനെയാണ്: താങ്ക് യു ഡാഷ്. ആ ഡാഷിൻ്റെ അവിടെ നിങ്ങൾ ആരോടാണ് അല്ലെങ്കിൽ എന്തിനോടാണ് എന്നുള്ള പേര് ചേർക്കുക. താങ്ക് യു ഡാഷ് ഫോർ ഡാഷ്, അല്ലെങ്കിൽ ഫോർ ഗിവിങ് മീ, അല്ലെങ്കിൽ ഫോർ ഗെറ്റിംഗ് മീ, ഫോർ ടേക്കിംഗ് മീ, അല്ലെങ്കിൽ ഫോർ പുട്ടിങ് മീ. ഇങ്ങനെ പലതും ആവാം, എന്തുമാകാം. ഫോറിന് ശേഷം ING വരണമെന്നേ ഉള്ളൂ എഴുതുന്ന സമയത്ത്. താങ്ക് യു അള്ളാഹ് ഫോർ ഗിവിങ് മീ എ ഹ്യൂമൻ ലൈഫ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഒന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾ 20 പേരെടുത്ത് താങ്ക്ഫുൾ ആകേണ്ടതും അതുപോലെ ഒരു 20 പേരെടുത്ത് എന്തുകൊണ്ട് താങ്ക്ഫുൾ ആകുന്നു, ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മെസ്സേജാണ് എഴുതേണ്ടത് കേട്ടോ. ഫീൽ ചെയ്തിട്ട് എഴുതണേ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. താങ്ക് യു രമേഷ് സാർ, എൻ്റെ ഒരു അധ്യാപകനാണ്. താങ്ക് യു രമേഷ് സാർ ഫോർ ഗിവിങ് മീ ഓൾ സപ്പോർട്ട്സ് ഇൻ മൈ സ്റ്റുഡൻറ് ലൈഫ്. എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ എനിക്ക് എല്ലാ പിന്തുണയും തന്ന രമേഷ് സാറിന് നന്ദി എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു രമേഷ് സാർ. അപ്പോൾ താങ്ക് യു കഴിഞ്ഞിട്ട് ആരോടാണോ അല്ലെങ്കിൽ എന്തിനോടാണോ ചേർക്കുക. ഫോർ ഗിവിങ് മീ, നൽകിയതിന്. ഓൾ സപ്പോർട്ട്സ് ഇൻ മൈ സ്റ്റുഡൻറ് ലൈഫ്, എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ. അത് ബാക്കി എന്താണോ എന്ന് വെച്ചാൽ ചേർക്കുക. ഇത്രയുമാണ് നിങ്ങൾ എഴുതേണ്ടുന്ന കാര്യങ്ങൾ.